Hello, magic Hello. morning. Hi, ma'am. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ആക്കാം കേട്ടോ, മാക്സിമം. എൻ്റെ പേര് ഫായിസ. ഞാൻ സ്കിയോളയിലെ പുതിയ സ്റ്റാഫാണ്. ഇനി ബി മാജിക്കിന്റെ കൂടെ ഞാനും ഉണ്ടാകും. അതുപോലെ തന്നെ ആങ്കറിങ് ഫസ്റ്റ് ടൈമാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുന്നത് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് ആയിട്ടുള്ള ഓസ്റ്റിൻ സാറാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ പാർട്ട് 2 ആണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓസ്റ്റിൻ സാറെ വെൽക്കം ചെയ്യാം. ഓസ്റ്റിൻ സാർ, വെൽക്കം. Thank you, Faiza. Okay, Faiza. Okay, thank you, Faiza. Thank you so much. Welcome you all. Like കുറെ പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് തന്നെയാണ് നമ്മൾ ഈ ആഴ്ചയും കുറച്ചും കൂടി കാണാൻ പോകുന്നത്, ടൈം മാനേജ്മെന്റിനെ കുറിച്ച്. ടൈമൊക്കെ മാനേജ് ചെയ്ത് തുടങ്ങിയോ? എന്തായി നിങ്ങളുടെ അവസ്ഥ? സോറി, എല്ലാവരും ഓക്കെ അല്ലേ? ഉഷാറല്ലേ? എവിടെ ആരെയും കാണുന്നില്ലല്ലോ. നിസാർ, സനീഷ്, ബഷീർ സാർ, ഓക്കെ, ഷാജിൻ സാർ ഒരു തംസപ്പ് വന്നിട്ടുണ്ട്. ജെസ്സി, മേഘ, എല്ലാവരും ഇല്ലേ അവിടെ? എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ദിവ്യ, ഗുഡ് മോർണിംഗ്. Very good morning. ഓക്കെ, അപ്പോ സിന്ധു മാം എല്ലാവരും റെഡിയാണ്. ഷൈനി, അബ്ദുൾ, ഷൈമിന, സുലേബ, ബീന, സുനിൽ, പ്രീത എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. സമീറ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് മുഴുവനും ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ആണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 86,000 ചില്ലാൻ ഡോളേഴ്സ്, സെക്കൻഡ്സ് നമ്മുടെ ലൈഫിലേക്ക് തന്ന് പിറ്റേ ദിവസം തീർന്നു പോകുന്നതാണ്. നമുക്ക് ഒരാഴ്ച കൊണ്ട് എത്ര ആയിരം ഡോളേഴ്സ് തീർന്നു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഇന്ന് നമ്മൾ അതിന്റെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റ് പഠിച്ചു. ഇന്ന് നിങ്ങൾക്ക് ഇത് അറിയാവുന്ന ഒരു സംഭവമാണ്. എത്ര പേർക്ക് അറിയാം സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? എത്ര പേർക്ക് അറിയാം? ആർക്കെങ്കിലും അറിയോ എന്താണ് സ്മാർട്ട് എന്ന്? എസ്സോ നോ പറയാപ്പാ. അറിയോന്ന് അറിയില്ല എന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. നോ. ഓ, അടിപൊളി. ഓക്കെ, വേറെ ആരെങ്കിലും? No, sir. നോ. സ്മാർട്ട് ഗോൾസ് എന്താണെന്ന് അറിയുന്നൂടാ? നമുക്ക് അറിയായിരിക്കും കുറച്ചു പേര്. ഞാൻ പറഞ്ഞിരുമ്പോ ഇതായിരുന്നു എന്ന് പറയും. Specific. വെരി ഗുഡ്. ശിലാ മോഹൻ, താങ്ക് യു. വേറെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. മുഫീദയ്ക്ക് അറിയാം. ഓക്കെ, വേറെ? എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ബാക്കി എല്ലാവരും ഇല്ലേ ഇവിടെ? ജെസ്സി അറിയോ? ഒരു മെസ്സേജ് ഒക്കെ ഒന്ന് അയച്ചോ? നോ. ഓക്കെ, യെസ്. വേറെ ആരും മെസ്സേജ് അയക്കുന്നില്ല. എല്ലാരും ഉറങ്ങിപ്പോയോ? ഒരു അനക്കമില്ലല്ലോ. എവിടെ ഇങ്ങനെ സ്ക്രീനോട് വർത്തമാനം പറയാൻ വലിയ രസമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, എന്തായാലും ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. യെസ് ഓർ നോ. സ്മാർട്ട് എന്ന് വെച്ചാൽ അറിയാമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഇറ്റ്സ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. മിണ്ടൂല. ഓക്കെ, നോ വരുന്നുണ്ട്. ഓക്കെ, നോ പറഞ്ഞാലും മതി. അപ്പൊ എനിക്ക് ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ നോ പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. നോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദിവ്യക്ക് അറിയോ? സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ തിരഞ്ഞെടുക്കുക. അപ്പൊ സ്മാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ടൈം മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലാണ് നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് ഈ ഇത്ര പേരുടെ സമയം? എന്തിനാണ്? ഒരു പണിയില്ലാത്തവന് എന്തിന് ഇത്ര പേരുടെ സമയം? എന്തിനാ ടൈം മാനേജ്മെന്റിന്? ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, വിൻസെന്റ് ഇപ്പോൾ എന്ന് പറയാം. അപ്പൊ ആ സംഘടന ഈ എല്ലാ ദിവസവും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, 365 ദിവസവും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ട് ഒരു ചെറിയൊരു വീടുണ്ട്. ആ വീട്ടില് ഭക്ഷണം കൊടുക്കും. സംഘടനയാണ് കൊടുക്കുന്നത്. അത് ഓൾ കേരളയുള്ള സംഘടനയാണ്. അപ്പം അവര്
അത് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഓരോ യൂണിറ്റുകൾക്കും വർഷത്തിൽ 1-2 പ്രാവശ്യം പോയിട്ട് അവിടെ ഫുഡ് സെർവ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇത് ഫുഡ് സെർവ് ചെയ്യാൻ. ഫുഡ് വെക്കാനൊക്കെ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പൊ അത് എന്തിനാ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാല് ഈ റോഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈവൻ കാശുള്ളവരൊക്കെ തന്നെ ആയിരിക്കും കുറെ പേർക്ക്, ഈ വഴിയോര കച്ചവടക്കാര്, വീടുണ്ടാവില്ല, അവര് സ്ട്രീറ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പൊ ഇവരെ കൊണ്ടുവന്ന് ഇവർക്ക് രാവിലെ വരാം, ഒരു 5:30 ആകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യും. വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ബാത്റൂംസ് ഉണ്ട്, സൗകര്യം ഉണ്ട്. അപ്പൊ അവർക്ക് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാം, കുളിക്കാം, ഡ്രസ്സൊക്കെ അലക്കാം. അതിനുശേഷം ഇവർക്ക് കഞ്ഞി കൊടുക്കും. അപ്പം കഞ്ഞിയും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഇവര് കഞ്ഞി കുടിച്ചപ്പോ അതൊരു 6-7 മണി ആകുമ്പോഴേക്കും കഞ്ഞിയൊക്കെ കുടിച്ച് സെറ്റായി, ഇവർക്ക് പണിക്ക് പോവാം. ഫ്രീ ആണ്, അത് 1 രൂപ പോലും സർവീസ് ചാർജ് മേടിക്കാതെ എത്രയോ വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ കഞ്ഞി കൊടുക്കാനൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ തുറന്നിടാം, അത് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഞ്ഞി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഇത് കഴിഞ്ഞ് ഇവരുടെ ബാത്റൂംസ് ഒക്കെ കഴുകി കൊടുക്കുന്നുണ്ടാവും, ബാത്റൂം ഒക്കെ കഴുകിയിട്ട് അങ്ങ് തിരിച്ചു വരുള്ളൂ. അപ്പോ ഞങ്ങള് ഇങ്ങനെ, ഞാനാണ് അന്ന് കഞ്ഞി കൊടുത്തിരുന്നത്. അപ്പോ ലാസ്റ്റ് ഒരു നമ്മൾ നമ്പർ എഴുതും, ഓരോരുത്തരുടെ പേരും നമ്പറൊക്കെ എഴുതും. 130ാമത്തെ ആളായിട്ട് ഒരാൾ വന്നു. അതിൽ വന്ന് ഞാൻ കഞ്ഞി കൊടുത്തപ്പോഴേക്കും കഞ്ഞി ഓൾമോസ്റ്റ് തീരാറായി. ഒരു 100 പേർക്കാണ് അവരവിടെ കൺസിഡർ ചെയ്യുന്നത്, പക്ഷെ 130ആയി. കഞ്ഞിയിൽ വറ്റ് കുറവാണ്, അരിമണിയൊക്കെ കുറവാണ്. അപ്പൊ നമ്മുടെ ഇയാൾ എന്നോട് ചൂടായി. നിങ്ങൾ വിശ്വസിക്കില്ല, ഇയാൾ എന്നോട് പറഞ്ഞു, ഇതെന്താണിത്, നിങ്ങള് കഞ്ഞിയില് ഇതിങ്ങനെയാണെങ്കിൽ എന്തിനാ കൊടുക്കണേ, കഞ്ഞിയൊക്കെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കൊടുക്കാൻ മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റിയാണ് കൊടുത്താൽ പോരെ എന്നൊക്കെ എന്നോട് ചൂടായി. എന്റെ പൊന്നേട്ടാ, ഇത്രയും ദിവസം നേരായി, 130 പേരായി, അതുകൊണ്ടാണ് കഞ്ഞി തീർന്നത്, നിങ്ങൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. അതെന്ന് പറഞ്ഞല്ലേ, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ അപ്പുറത്ത് പോയിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ദൈവം, എന്ത് മനുഷ്യന്മാരാണ്. അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ പുള്ളി അവിടെ വെറുതെ ആ റെയിൽവേ ക്രോസിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ എന്റെ അപ്പച്ചനും ഉണ്ടായിരുന്നു. അപ്പൊ അപ്പച്ചൻ വെറുതെ ചോദിച്ചു, അല്ല മോൻ എന്താ പണി? ഒരു പണിയില്ല. എന്താ പണി? ഒരു പണിയില്ല. ഇല്ല, പണിയില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കാൻ പുള്ളി ഒരു വീഡിയോ ഒക്കെ വലിച്ചിരിക്കുന്നു. പുള്ളി പറഞ്ഞപ്പോ ഇവിടുന്ന് രാവിലെ ഇവിടുന്ന് കഞ്ഞി കുടിച്ചു, ഇനി ഉച്ചയാകുമ്പോഴേക്കും മെഡിക്കൽ കോളേജിന്റെ അവിടെ ഫുഡ് കൊടുക്കണ്ടാവും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ ഫുഡ് കിട്ടും, പിന്നെ അവിടെ വൈകുന്നേരം ആകുമ്പോൾ മറ്റോടത്ത് ഫുഡ് കിട്ടും. അപ്പൊ പണിയും പൈസയൊന്നും വേണ്ടേ? അപ്പൊ ഇല്ല, പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിച്ച് വീഡിയോ വലിക്കാനുള്ള കള്ളു കുടിക്കാനുള്ള കാശ് അവർ ഒപ്പിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് സ്വസ്ഥമായി ചെയ്താൽ നോക്കി, ഒരു ടെൻഷനും ഇല്ല. രാവിലെ കഞ്ഞി കിട്ടും, ഉച്ചയ്ക്ക് ഫുഡ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗോളിൽ നിന്ന് ആവശ്യമൊന്നുമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. ബീഡിയും വലിച്ച് അവിടെ ഇരിക്കുക, ആരെങ്കിലും ഒക്കെ പോണ വഴിക്കൂടെ പോണവർ വായിൽ വെക്കുക, ആരെങ്കിലും കുറ്റം പറയാ, രാഷ്ട്രീയം ഡിസ്കസ് ചെയ്യുക, അവർക്കൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മളെ പോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗോൾ ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനു നമ്മൾ ഈ സമയമൊക്കെ, എല്ലാവരും പറയും എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യുന്നത്, എന്തിന്, എന്താവശ്യത്തിന്? നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ സെറ്റിംഗ് സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ നേരത്തെ ആരൊക്കെയോ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളുടെ ഒരു ഷോർട്ട് ഫോം ആണ്, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, സ്പെസിഫിക് ആയിരിക്കണം. സ്പെസിഫിക് ആയിരിക്കണം, അതായത് ക്ലിയർ ആയിരിക്കണം, കൺസൈസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് ആവശ്യം? എനിക്ക് ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്ര രൂപ സമ്പാദിക്കണം, അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് എഴുതി തീർക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എത്ര പേര് ബുക്ക് എഴുതാനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിൽ പോലും നമുക്കൊരു ബുക്ക് എഴുതൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കും. കാര്യം ബുക്ക് എഴുതാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ ആൾക്കാര് വിചാരിക്കുമ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഈ പറഞ്ഞ ഇനിയിപ്പോ എന്താ പറയാ, സ്പെസിഫിക് ആയിരിക്കണം. എന്തായാലും സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, ബുക്ക് എഴുതണം. അതല്ലെങ്കിൽ എനിക്ക് ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കണം. അതല്ലെങ്കിൽ എന്റെ ഷുഗർ ലെവൽ ഇപ്പൊ 180, 280 ഒക്കെയാണ്, എനിക്ക് അത് 100ലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്റെ എന്റെ വർക്കിംഗ് അവേഴ്സ് എനിക്ക് കുറയ്ക്കണം. എന്റെ ഫാമിലി ടൈം കൂട്ടണം. കുക്കിങ്ങിനൊക്കെ വേണ്ടി ഇത്ര, അങ്ങനെ പർട്ടിക്കുലർ സ്പെസിഫിക് ആയിരിക്കണം. അതാണ് എസ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് എം, മെഷറബിൾ ആയിരിക്കണം. എന്താ പറയാ, മെഷറബിൾ, അളക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വരുമാനം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് കാശുകാരനാണെന്ന് അറിയാം, പക്ഷെ എത്ര രൂപ വരുമാനം വേണം? പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മെഷറബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് അല്ല എന്ന് മനസ്സിലാവും. എത്ര വരുമാനം വേണം? 1 lakh മതി ശ്രീഷ്ണയ്ക്ക്. ഓക്കെ,
വേറെ പെട്ടെന്ന് വരട്ടെ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്താ ഇങ്ങനെ ഇരിക്കണേ? എവിടെ? ശ്രീഷ്ണയ്ക്ക് മാത്രം കാശ് മതി, 20K മതി. ഓക്കെ, 50. സനീഷിന് 1 lakh. ഓക്കെ, വെരി ഗുഡ്. ബാക്കി ആൾക്കാർക്കൊന്നും കാശ് വേണ്ടേ? 75,000 ആയിരിക്കും ദിവ്യക്ക്. ഓക്കെ, എനിവൺ എൽസ്? 1 lakh. ഷീല മോഹൻ 1 lakh. ഷൈനി ഓക്കെ, 50,000. ബീന ഓക്കെ, വെരി ഗുഡ്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതായത് സ്പെസിഫിക് ആണ്. ഓക്കെ, എനിക്ക് ആവശ്യമുണ്ട് ഇതിനകത്ത് 50,000 റുപ്പീസ് അല്ലെങ്കിൽ 1 lakh. ഓക്കെ, 1 lakh സിന്ധു. 1 ലക്ഷം രൂപ വരുമാനം എന്നുള്ളത് ഇറ്റ്സ് എ മെഷറബിൾ. സാധാരണഗതിയിൽ നിങ്ങൾ എന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് കുറേ കാശ് വേണം അല്ലേ ചോദിക്കുമ്പോ. ഇപ്പൊ ഞാനിങ്ങനെ സ്പെസിഫിക് ആയിട്ട് എമൗണ്ട് ചോദിച്ചോണ്ട് ഇപ്പം റോസ്ലിനോടോ അല്ലെങ്കിൽ ഷൈനോടോ ആരെങ്കിലോടൊക്കെ ചോദിക്കുന്നത് എന്താ എത്ര കാശ് വേണം? കുറേ കാശ് വേണം. കുറേ കാശ് എന്ന് പറഞ്ഞാൽ കുറേ കാശ് വേണം. എന്തിനാ കുറേ കാശ്? പിള്ളേരോടൊക്കെ ഞാൻ ചോദിക്കും വാട്ട് ഈസ് യുവർ ഗോൾ? എനിക്ക് വലിയ കാശുകാരനാണ്. എന്തോരം? കുറേ കാശ്. എന്താണ് ഈ കുറേ കാശ്? ഇറ്റ്സ് നോട്ട് മെഷറബിൾ. അപ്പൊ നമ്മൾ പറഞ്ഞാൽ എനിക്ക് 1 കോടി രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും അത്യാർത്ഥി ഇല്ല കേട്ടോ. അതുകൊണ്ട് 20,000 മുതൽ 1 ലക്ഷം രൂപ വരെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതൽ ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. 2 lakhs എങ്ങനെ ആരെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്, അത്യാർത്ഥി ഇല്ലാത്ത ആൾക്കാരാണ്. നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്കൊരു മെഷറബിൾ ഗോൾ വേണം എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കമ്പനികളിലൊക്കെ ISO ഓഡിറ്റിനൊക്കെ ഇന്റേണൽ ഓഡിറ്റിനൊക്കെ പോകാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മില്ലേനിയം റബ്ബേഴ്സ് എന്ന കമ്പനിയിൽ ഇന്റേണൽ ഓഡിറ്റിന് പോയി. അപ്പൊ ഞാൻ അവരുടെ ഗോളുകൾ, നിങ്ങൾക്കറിയോ ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ, ഈ കമ്പനികൾക്കുണ്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ISO ഇംപ്ലിമെന്റ് ചെയ്ത കമ്പനികളിലൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് നോക്കി കഴിഞ്ഞപ്പോൾ അവര് മെഷറബിൾ അല്ല. അവർ പറഞ്ഞു വെച്ചാൽ ഓക്കെ റെഡ്യൂസ് വേസ്റ്റ്. ഞാൻ ചോദിച്ചു എത്ര വേസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, എത്ര എമൗണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ വേസ്റ്റ് എത്രയാണ്? അപ്പൊ നമ്മളിപ്പോ ആലോചിക്കണമെങ്കിൽ ഇപ്പം ഇവിടെ 50,000 1 ലക്ഷം ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? മെഷറബിൾ എന്ന് പറഞ്ഞാൽ ഇന്ന് 1000 രൂപ വരുമാനം, എനിക്ക് ഡെയിലി 1000 രൂപ വരുമാനം. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഡെയിലി 3000 രൂപ വരുമാനത്തിലേക്ക് മാറണം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ മെഷറബിൾ. രണ്ടാമത്തത് എ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ എസും എമ്മും പറഞ്ഞു. എ എന്തായിരിക്കും? യെസ്, അച്ചീവബിൾ അല്ലെങ്കിൽ അറ്റൈനബിൾ ആണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലോഡ് എടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആഗ്രഹം, ഞാനിപ്പോ എല്ലാ ദിവസവും പറയുന്നത് എനിക്ക് ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനം വേണമെന്നാണ്. അപ്പോ ഞാൻ 10 ലക്ഷം രൂപ വരുമാനം വേണമെന്ന് പറയുമ്പോൾ എന്റെ വരുമാനത്തിന്റെ എന്താ പറയാ, എനിക്കത് അറ്റൈനബിൾ ലെവലിലേക്ക് എന്റെ മനസ്സിന് ഫീൽ ചെയ്യുന്ന ഒരു വരുമാനമായിരിക്കണം ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇപ്പൊ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് നോക്കി നിങ്ങളുടെ മനസ്സിൽ തോന്നണം ഇത് അറ്റൈനബിൾ ആണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് 5,000 റുപ്യാണ്, അടുത്ത മാസം കൊണ്ട് ഞാൻ 1 ലക്ഷം ആക്കുന്നത്, ഇറ്റ്സ് നോട്ട് അറ്റൈനബിൾ. അപ്പൊ നമ്മുടെ മനസ്സിനും കൂടി തോന്നണം ഇത് അറ്റൈനബിൾ ആണ്, എനിക്കിത് പറ്റും എന്ന് തോന്നുന്ന ഒരു ഗോൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്താണ്? റെലവന്റ്. വെരി ഗുഡ്. ഇതാരാ പറഞ്ഞത്? സുലേബിമാനാണ്. ഓക്കെ, സുലേഹ. റിയലിസ്റ്റിക് ആൻഡ് റെലവന്റ് എന്ന് വെച്ചാൽ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയലിസ്റ്റിക്കും കറക്റ്റ് ആണ്, റെലവന്റും കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ടത്. അത് വളരെ റിയലിസ്റ്റിക്കും ആയിരിക്കണം. നമ്മൾ വെറുതെ, ഞാനിപ്പോ ഒരിക്കലും ഇപ്പം